ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒത്തിരി ദിവസമായി കുറച്ച് ഹെൽത്തിൻ്റെ പ്രോബ്ലമൊക്കെ കാരണമാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതായത് കേട്ടോ. അങ്ങനെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പനിയും ചുമയും മക്കൾക്കൊക്കെ സുഖമില്ലാതാവും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയായപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ ഒരു ബുദ്ധിമുട്ടാണെന്നാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റൂട്ടീനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ രാവിലെ ഇതാ എണീറ്റിന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ അവധിയാണ്. അപ്പോൾ അവധിയുള്ള ദിവസമാണ് ഞാനും രാവിലെ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കുന്നത്. അപ്പോൾ അതാ വേറെ ആരും ഇവിടെ ചായ രാവിലെ കുടിക്കാറില്ല. അങ്ങനെ അതാ എനിക്ക് വേണ്ടി മാത്രം ഒരു ഇഞ്ചിയൊക്കെ ഇട്ട ഒരു ഇഞ്ചി ചായ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ ഒഴിച്ച് കുടിക്കുകയാണ്. പിന്നെ ഞാൻ ഇന്ന് അവധി ആയതുകൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അവർക്കൊരു 11 മണിയൊക്കെ ആകുമ്പോൾ കുടിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഒരു 2 സ്പൂൺ റാഹിയും കൂടെ കുതിർക്കാൻ വേണ്ടി ഇട്ടു. അപ്പോൾ രാവിലെ അത് കുതിർക്കാൻ വേണ്ടി ഇടുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാമല്ലോ. ഇപ്പോൾ ചൂട് കാലമല്ലേ, അപ്പോൾ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടമാവും. അങ്ങനെ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പാലപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് പിന്നെ അതിന് വേണ്ടി കറി ഉണ്ടാക്കുന്നത് നമ്മുടെ ഗ്രീൻ ബീൻസും വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുറുമക്കറിയാണ്. അപ്പോൾ നമ്മുടെ രാവിലെ എണീറ്റ് ഫ്രഷായി അടുക്കളയിൽ വന്നൊന്ന് ജോലിയൊക്കെ ചെയ്യുമ്പം നല്ല ഉഷാറായിരിക്കും. അതുപോലെ നമുക്ക് ഇഷ്ടത്തോടെ ജോലികൾ ചെയ്യാനും തോന്നും. തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യുക. നമ്മൾ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം, ലഞ്ച് എന്താണെന്നൊക്കെ ഒന്ന് എഴുതിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ട് അതൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുക കേട്ടോ, ചെക്ക് ചെയ്ത്. ചിലപ്പോൾ അരച്ച മാവൊന്നും കാണില്ല, പൊടിച്ച മാവ് കാണില്ല. അപ്പം നമുക്ക് ഒന്ന് അരിയൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വയ്ക്കുക. അല്ലെങ്കിൽ അരി വെള്ളത്തിലിട്ട് പിറ്റേന്ന് രാവിലെ അത് അരച്ചെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യില്ല. അത് നമ്മൾ രാവിലെ തന്നെ വന്നിട്ട് കിച്ചണിൽ കയറിയിട്ട് അയ്യോ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്തുണ്ടാക്കും ഒരു ബോധമില്ലാതെ ഇങ്ങനെ നിന്ന് കറങ്ങുമ്പോൾ തന്നെ നമ്മൾ തന്നെ ആകെ ഒരു ഇഷ്ടം തോന്നില്ല. പിന്നെ നമുക്ക് പാചകം ചെയ്യാൻ അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് നിൽക്കും. മറ്റേ നമുക്ക് രാവിലെ എണീറ്റ് വന്ന് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാനും പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കാനും പറ്റും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. വെജിറ്റബിളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് ഗ്രീൻ ബീൻസ് അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ, കുക്കറിൽ ഉപ്പും കൂടെ ചേർത്ത് വേവാൻ വയ്ക്കുക. അപ്പം ഇത് മഞ്ഞൾ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, മഞ്ഞക്കറി ആയിട്ടല്ല വെള്ളമായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് മഞ്ഞൾ ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് മാത്രം ചേർത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലപ്പം ഇതുപോലെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞ് ആയിട്ട് ദോശ പോലെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് അരയ്ക്കാൻ വേണ്ടി 1 കപ്പ് തേങ്ങയും പച്ചമുളകും ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് നല്ലതായിട്ട് അരച്ചെടുക്കുക. വേറെ ഒന്നും വേണ്ട. ഇത് രണ്ടും കൂടെ അരച്ച് നമ്മുടെ വെജിറ്റബിളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കുക. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നല്ലതായിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ഇതിലേക്ക് കടുകും കൂടെ താളിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അങ്ങനെ ഞാൻ 2 എടുത്ത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ജ്യൂസ് ഒന്ന് റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റാഹി കുതിർത്തില്ലേ, അത് നല്ല വൃത്തി കഴുകിയെടുക്കുക. അത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക. നല്ലതായിട്ട് അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ അരിച്ച് അതിൻ്റെ പാല് മാത്രം മാറ്റി വയ്ക്കാം. ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുക്കറിൽ വേവിച്ച് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിനേക്കാൾ എളുപ്പം ഇതാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ക്യാരറ്റും റാഹി പാലുണ്ടല്ലോ അതും കൂടെ ഒന്ന് കുറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് പരുവം. അപ്പോൾ ഇത് നല്ലതായിട്ട് കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ഇത് തണുക്കണം. തണുത്തിട്ടാണ് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി ഉള്ളത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് കസ്കസ് ഉണ്ടല്ലോ
അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, അത് നിർബന്ധമൊന്നുമില്ല. അതിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ ജ്യൂസ് കുടിക്കാൻ. അപ്പോൾ അത് കുതിരുന്ന സമയത്ത് നമ്മുടെ ഈ കൂട്ടും കൂടെ തണുത്ത് കിട്ടുമല്ലോ. ഇനി തണുത്തതിന് ശേഷം നമ്മുടെ മിക്സി ജാറിലേക്ക് നമ്മുടെ റാഹിയും ക്യാരറ്റും എല്ലാം കൂടെ മിക്സ് ഇട്ട് കൊടുക്കുക. നമ്മുടെ മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ 1 കപ്പ് പാലാണ് കേട്ടോ, ഇപ്പോൾ 1 കപ്പ് ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ട് നല്ലതായിട്ട് അടിച്ചെടുക്കേണ്ട അടിപൊളി ജ്യൂസാണ്, ഹെൽത്തിയാണ്. നമ്മുടെ കസ്കസും കൂടെ ഇട്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റും. ഒരു 2 മണിക്കൂർ തണുക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് എടുക്കാം. അപ്പോൾ അതും തണുക്കാൻ വെച്ചിട്ട് നമ്മുടെ രാവിലെ കട്ട് ചെയ്ത കുറച്ച് വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു, തലേ ദിവസത്തെ കഴിച്ച പപ്പായ, പിന്നെ കുറച്ച് പഴത്തിൻ്റെ തൊലി, ഇതെല്ലാം കൂടെ ഇതുപോലെ ഞാൻ എന്ത് കിട്ടിയാലും മാറ്റി വയ്ക്കും കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക്കും കഴിക്കണ സാധനം ഉണ്ടല്ലോ ഫുഡൊന്നും മാറ്റിയിട്ട് ഇതുപോലുള്ള പച്ചക്കറി വേസ്റ്റ്, പഴത്തൊലി, ചക്ക, മാങ്ങ, അതിൻ്റെ എല്ലാം തോട്, ഇതെല്ലാം ഇതുപോലെ ആക്കിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. എന്തിനാണെന്നറിയാം, നമ്മുടെ അടുക്കള തോട്ടത്തിൽ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു വളമാണ് കേട്ടോ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് വളത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്ലാറ്റിൽ ഇപ്പം സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ചാണകം അങ്ങനെയൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതെല്ലാം അടിച്ച് ഇതുപോലെ ഒരു വലിയ ബക്കറ്റിൽ പച്ചവെള്ളം എടുക്കുക. പഴയ ബക്കറ്റിൽ പച്ചവെള്ളം ഒഴിച്ച് നമ്മുടെ ഈ വേസ്റ്റും കൂടെ അടിച്ച വേസ്റ്റും കൂടെ ഇട്ട് മിക്സ് ചെയ്താൽ ഇതുപോലെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കാണുമല്ലോ, ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് പിടിപ്പിക്കട്ടെ. ചീര, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളെ വീട്ടിൽ കിട്ടും പച്ചക്കറിയായിട്ട്. നമുക്ക് നട്ടാൽ അതൊരു സന്തോഷമാവും. ഇതെൻ്റേതാ വെള്ളരിയാണ്, സലാഡ് വെള്ളരി. അത് നിറച്ച് പൂവുണ്ട് കേട്ടോ. ആയി വന്നില്ല, 2-3 കായ ആയതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളെ വേസ്റ്റുകളൊന്നും കളയാതെ ഇതുപോലെ അരച്ച് ചേർത്ത് കൊടുക്കുമ്പം പെട്ടെന്ന് നമുക്ക് വേരിൽ പിടിക്കും. മറ്റേ നേരിട്ട് കൊണ്ട് വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഉറുമ്പും കീടങ്ങളൊക്കെ വന്ന് നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. ഇതുപോലെ അരച്ച് ചേർക്കുമ്പം നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല തഴച്ച് വളരുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളെ ചെടികൾ പൂക്കാനും ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഏത് ചെടിക്ക് വേണമെങ്കിൽ നമ്മൾ കണ്ട ചീരയൊക്കെ അടിപൊളിയായിട്ട് വരയണം. പിന്നെ ഞാൻ കുറച്ച് ജമന്തി ഉണ്ടല്ലോ അത് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഇടയ്ക്ക് നടുന്നത് നമുക്ക് കീടങ്ങളൊന്നും വരാതിരിക്കാൻ നല്ലതാണ്. മഞ്ഞയാണ് ജമന്തി എന്നാണ് ഞങ്ങളിവിടെയൊക്കെ പറയുന്നത്. കണ്ട ഇത് നിറച്ച് പൂക്കും. അപ്പോൾ അതും ഇതുപോലത്തെ ലിക്വിഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ വേസ്റ്റ് ആണല്ലോ, അപ്പോൾ അത് കളയാതെ ഇതുപോലെ ഉപയോഗിക്കാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഫുഡ് വേസ്റ്റ് മാക്സിമം ഒഴിവാക്കുക. ഫുഡൊന്നും അങ്ങനെ ഇതുപോലെ ഇട്ട് കളഞ്ഞുകൂടാ കേട്ടോ. അത് നമുക്കിപ്പോൾ വീട്ടിലെന്തെങ്കിലും മൃഗങ്ങളോ പക്ഷികളൊക്കെ കാണുമല്ലോ, കോഴി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊടുക്കാം, കാക്കയ്ക്ക്. അല്ലാതെ ഇതുപോലെ നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ അങ്ങനെയൊന്നും ഇടാതിരിക്കുക. ഫുഡല്ലേ, അത് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് അവധിയായതുകൊണ്ട് പിന്നെ ഇനി ക്ലീൻ ചെയ്ത് ജ്യൂസൊക്കെ കുടിച്ചാൽ പിന്നെ ഇന്ന് ലേറ്റാവും കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ ഉച്ചയ്ക്ക്. അപ്പോൾ സാവകാശം ഫുഡൊക്കെ ഉണ്ടാക്കണം. അങ്ങനെയുള്ള കുറച്ച് പണികളുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് വൃത്തിയായി കിടക്കുകയാണ് വീടൊക്കെ. അപ്പോൾ പാത്രമൊക്കെ കഴുകിയതാ ജ്യൂസ് എടുത്ത് നല്ല അടിപൊളിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.